നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ചാനലിലെ 4ാമത്തെ വീഡിയോ ആണ് കേട്ടോ. 3ാമത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് ലൈക്ക് വന്നിട്ടുണ്ട് ആളുകൾ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് ചെറിയ രീതിയിൽ നമുക്ക് ഒന്ന് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് അറിയിക്കണമെന്നൊക്കെ ഒരുപാട് പേര് കമൻസ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതലും സ്ത്രീകളായിട്ടുള്ളവരാണ് മെസ്സേജ് അയച്ചേക്കുന്നതും അല്ലെങ്കിൽ വീഡിയോസ് കണ്ടേക്കുന്നതും എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ കൂടുതൽ പേരും പറഞ്ഞേക്കുന്നത്, എങ്കിലും പുരുഷ സുഹൃത്തുക്കളും അയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇമെയിൽ ഐ ഡി ഒക്കെ എടുത്തിട്ട് അവർ എൻ്റെ ഇമെയിൽ ഐ ഡി ഒക്കെ എടുത്തിട്ട് അതിലും ഇമെയിലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അഡ്വൈസ് പറഞ്ഞു തരുമോ, ഒരുപാട് പ്രശ്നങ്ങളിലാണ്, ഇതുപോലെ കടബാധ്യതകളുണ്ട്, അല്ലെങ്കിൽ കുടുംബപരമായ പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഇതിനൊക്കെ ഒരു പരിഹാരം ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും മെസ്സേജസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. ഇത്രയും സപ്പോർട്ടിനും അല്ലെങ്കിൽ നിങ്ങളെ ഒരു സുഹൃത്തായിട്ട് എന്നെ കാണാൻ കഴിയുന്നു. എനിക്ക് നമ്മൾ അടുപ്പമുള്ള ഒരാളോടാണല്ലോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് എന്നെ കണ്ടതിന് ഒരുപാട് സന്തോഷം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുവാന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കണം കേട്ടോ. ഞാൻ രാവിലെ നല്ല എനർജി ആയിട്ട് നല്ല ജില്ലെന്നാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ആദ്യം വിചാരിച്ച് നാളെ ഒരു വീഡിയോ ഇടാമെന്ന്, പിന്നെ വിചാരിച്ച് എനിക്ക് പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ കണ്ടിട്ട്, ഒരുപാട് മെസ്സേജസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് വീഡിയോ ഇടണം എന്നൊരു മനസ്സിലിങ്ങനെ തോന്നുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നെങ്കിൽ പിന്നെ ഇന്ന് തന്നെ ഒരു വീഡിയോ ഇട്ടേക്കാം. ആരെങ്കിലും ഒക്കെ പ്രതീക്ഷിച്ചു ഒരാൾക്കെങ്കിലും അതൊരു ഉപകാരപ്പെടുമെങ്കിൽ നല്ലതല്ലേ. നമ്മൾ കാരണം ഒരാൾക്കൊരു നല്ലൊരു ചിന്തയോ അല്ലെങ്കിൽ അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനോ ഒരു സന്തോഷം തോന്നുകയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നതല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞു? അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലുമൊക്കെ വിഷമിച്ച് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് നിരാശയോടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റി വെക്കുക. നമ്മൾ നല്ലൊരു പുതിയൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പം എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഞാനിങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. ഇതൊക്കെ നമുക്ക് മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ച്, നമ്മുടെ യൂണിവേഴ്സൽ പവർ ഉപയോഗിച്ച്, നമ്മളുടെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതൊക്കെ നേടാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ ആഗ്രഹങ്ങളൊക്കെ, സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവരുണ്ട്, അല്ലെങ്കിൽ കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട്, ജീവിക്കണോ വേണ്ടയോ എന്നറിയാതെ ദുരിതം അനുഭവിച്ച് സങ്കടപ്പെട്ട് വിഷമിച്ച് രാവിലെ എഴുന്നേൽക്കുന്നത് ഇന്ന് എഴുന്നേൽക്കണ്ടായിരുന്നു, ഇന്ന് കണ്ണ് തുറക്കണ്ടായിരുന്നു, ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടയിലുണ്ട്. അപ്പം ഞാനങ്ങ് പെട്ടെന്ന് മരിച്ചു പോയ എല്ലാ കാര്യം, എനിക്ക് ഈ വിഷമങ്ങളും ദുരിതങ്ങളും ഒന്നും അറിയണ്ടല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, അങ്ങനെ നിരാശയോടുകൂടി കാണുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് നിങ്ങളുടെ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒരുപാട് പേര് ഈ മെസ്സേജ് ഈ ഒരു വീഡിയോ കാണുന്നവരിൽ തന്നെ അങ്ങനെ ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കൊക്കെ നമുക്കൊരു കൈത്താങ്ങാകണം, അവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ച് ഉയർത്തണം, അവരെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം കൊടുക്കണം. അവർ നല്ല ജില്ലായിട്ട്, എന്നെ പോലെ നല്ല ജില്ലായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ അവർക്കും പറ്റണം, മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റണം, സന്തോഷിക്കാൻ പറ്റണം. ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് അവർക്ക് നേടിയെടുക്കാൻ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. എനിക്ക് മെസ്സേജ് അയക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ പേര് അയച്ചെന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട അതേ ഒരു ടാസ്ക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സെൽഫ് കോൺഫിഡൻസ് വളർത്താൻ വേണ്ടി മിറർ ടെക്നിക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. രാവിലെ ഒരു കണ്ണാടി എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത്, കൂടുതലും ഞാൻ പറഞ്ഞത് രാവിലെ ചെയ്യാനായിട്ടാണ് സജസ്റ്റ് ചെയ്തത്. അപ്പം നിങ്ങൾ ചെയ്തോ, മിറർ ടെക്നിക്ക് ചെയ്തോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം തോന്നിയോ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് അതിലൊരു ഭയങ്കര നിങ്ങൾക്ക് ലൈഫ് ചേഞ്ചിങ് ഉണ്ടാകുന്ന, നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുന്ന ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു ടെക്നിക്ക് പോയി എന്തായാലും കാണണം. ഇന്ന് നമ്മൾ പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഒരു ബുക്കും പേനയും എടുത്തിട്ട് അതിൽ എഴുതി വെക്കുക. പ്രശ്നങ്ങൾ എഴുതുക, നേരെ ക്രോസ് ആയിട്ടൊരു ഇപ്പുറത്തൊരു ലൈൻ ഇടുക. അതിൻ്റെ നേരെ നിങ്ങൾ അതിനെ മറികടക്കാൻ വേണ്ടി എന്ത് ആക്ഷനാണ്. ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സമയം മുമ്പിലുണ്ട്, നിങ്ങളുടെ ആരോഗ്യം മുമ്പിലുണ്ട്. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലുണ്ട്, സുരക്ഷിതമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ മുമ്പോട്ട് എന്തെങ്കിലും നമുക്ക് നേടണമെങ്കിൽ നമുക്ക് സമയം വേണം, അതുപോലെ തന്നെ ആരോഗ്യം വേണം. ഈ രണ്ട് സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് എന്തും ഈ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തും തോറും നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രായം കടന്നു പോവുകയാണ്, നമ്മളുടെ ആരോഗ്യം കടന്നു പോവുകയാണ്. പിന്നീട് നമുക്ക് ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള സാഹചര്യവും അല്ലെങ്കിൽ ആ ഒരു
അവസ്ഥകൾ മാറി മാറി വരും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. നിങ്ങളത് പരമാവധി യൂട്ടിലൈസ് ചെയ്യണം. നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കണം, അതിനുവേണ്ടിയുള്ള ആക്ഷൻസ് എടുക്കണം. അതിനുവേണ്ടി നമ്മൾ സ്ത്രീകളോട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ കാണും, നിങ്ങളുടെ കുടുംബമുണ്ട്, നിങ്ങളുടെ മക്കളുണ്ട്, കാര്യങ്ങളുണ്ട്, നമുക്ക് വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞ, ഒരുപാട് വീട്ടിൽ ജോലികൾ കാണും. ഇതിനൊക്കെ ഇടയിൽ ഈ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാതെ നമുക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മളും സ്വന്തമായിട്ട് സമ്പാദിക്കുക, ജീവിക്കുക, നമ്മുടെ ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യുക, നമ്മളുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ആരോടും കൈ നീട്ടണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ നേടിക്കൊടുക്കാനും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. നല്ല വസ്ത്രം വാങ്ങണം, നല്ല ആഹാരം കഴിക്കണം, മറ്റുള്ളവരെ പോലെ നല്ല എൻജോയ് ചെയ്ത് ജീവിക്കണം, നമുക്ക് യാത്രകളൊക്കെ പോകണം. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ സ്ത്രീകളൊക്കെ എനിക്ക് ചുറ്റുമുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മൾ കളയാതെ നമ്മളത് പരമാവധി യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ രാവിലെ സ്ത്രീകളൊക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, രാവിലെ വീട്ടിൽ ഉണരണം കേട്ടോ. രാവിലെ എഴുന്നേക്കണം, നമ്മളുടെ വീട്ടിലെ ജോലികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. നമുക്ക് പുറത്ത് ജോലി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യുക, സമ്പാദിക്കുക. ഇതൊക്കെ ഭയങ്കര ഒരു എനർജി, ഭയങ്കര ഒരു രസമാണ് കേട്ടോ. നമ്മളിങ്ങനെ ചിലർ എനിക്കിഷ്ടമില്ല, ജോലിക്ക് പോകാനൊന്നും എനിക്കിഷ്ടമില്ല, എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പം നിങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ എന്താണ് ഈ ജീവിതത്തിൽ നേടിയത്, എനിക്ക് എന്താണ് ജീവിതത്തിൽ എന്നോട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. നമ്മളെപ്പോഴും ബിസി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി കണ്ട് അതിനെപ്പറ്റി ഇതൊക്കെ ചിലരുണ്ട്, എന്ത് ചെയ്താലും അവർക്ക് ബുദ്ധിമുട്ടാണ്. വീട്ടിലെ ജോലികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ, അത് ചെയ്തു ഇത് ചെയ്തു, മറ്റുള്ളവരോട് പരാതിയായിട്ട് പറയുമോ, ഞാൻ അത് ചെയ്തു, ഞാൻ മടുത്തു, എനിക്ക് കാലിന് വേദനയാണ്, കൈവേദന, ഇതൊക്കെ പരിപാടികൾ നമ്മൾ നിർത്തണം കേട്ടോ. ഈ വേദന പറച്ചിലും നമ്മളുടെ വീട്ടിലെ ജോലികൾ പിന്നെ നമ്മളല്ലാതെ പിന്നെ ആര് ചെയ്യാനാണ്. നമുക്ക് കുറേ സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എനിക്കങ്ങനെ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ വീട്ടിലെ ജോലികൾ പോലും പിന്നെ നമ്മളല്ലാതെ ആരാണ് ചെയ്യേണ്ടത്. നമ്മുടെ വീട് നല്ല സുന്ദരമാക്കി വെക്കാനും, അല്ലെങ്കിൽ വീട്ടിൽ നല്ല വൃത്തിക്ക് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന പോലെ വേറെ ആരാണ് ചെയ്യുക അല്ലേ. അല്ലെങ്കിൽ നല്ല കുറേ പണമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് സെർവൻസിനെയൊക്കെ നിർത്താനായിട്ട് പറ്റും. നമ്മൾ സാധാരണക്കാരായ ആളുകൾ ഒരു എന്താ പറയുക, സെർവൻറ്റിനെ വെക്കുക, അവർക്ക് ശമ്പളം കൊടുക്കുക എന്നൊന്ന് പറയുന്നത് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പരാതിയായിട്ട് പറയാതെ നമ്മളുടെ അത് എന്താ പറയുക, എൻജോയ് ചെയ്ത് നമ്മളുടെ മനസ്സ് ആസ്വദിച്ചത് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നമ്മളുടെ ജീവിതത്തോട് നമുക്ക് കുറച്ച് സെൽഫ് കെയർ, നമുക്ക് എന്താ പറയുക, നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മളുടെ സൗന്ദര്യത്തിന് വേണ്ടി ഇതിനൊക്കെ സമയം കണ്ടെത്തുക. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും കേട്ടോ. പിന്നെ പുരുഷന്മാരാണെങ്കിൽ നല്ല രാവിലെ ആക്റ്റീവായിട്ട്, ഇന്ന് ജോലിക്ക് പോകണോ വേണ്ടയോ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, നല്ല എനർജി ആയിട്ട്, എനിക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ നേടണം, എനിക്കിന്ന് യൂണിവേഴ്സ് ഒരുപാട് അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ടാവും, ഇതൊക്കെ എനിക്ക് നേടാനായിട്ട് സാധിക്കണം, ഞാൻ അതിന് നല്ല ആക്ഷൻ എടുക്കണം, ഇന്ന് ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു പോസിറ്റീവ് എനർജിയോട് കൂടി, അല്ലെ വേണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ചിന്ത തന്നെ നിർത്തണം കേട്ടോ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കൂടുതലും അതൊരു എന്താ പറയുക, ആ കാര്യം നടക്കാതിരിക്കത്തേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ഇത് വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് ചെയ്യുകയല്ലേ, നിങ്ങൾ നോക്കിക്കോ, അത് വേണ്ട എന്ന അർത്ഥത്തിൽ അത് പോയി അവസാനിക്കുകയുള്ളൂ. കാരണം അത് ശരിയാകുകയില്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ച് ചെയ്യുന്ന കാര്യം അത് ശരിയാകാൻ ചാൻസ് വളരെ കൂടുതലാണ്, അത് ശരിയാവുകയില്ല. പക്ഷെ നമ്മൾ ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് നമുക്കിത് വേണം എന്ന് തീരുമാനം എടുത്തുകൊണ്ട് നമ്മളൊരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നേടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഒരു ബുക്കും പേനയും എടുത്ത് ഇന്ന് തന്നെ എഴുതുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതുക, അതിനെ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തൊട്ടപ്പുറത്ത് എഴുതുക. നാളെ തൊട്ട് അല്ലെങ്കിൽ ആ സമയം തൊട്ട്, നിങ്ങൾ ഇപ്പോൾ എഴുതുവാണെങ്കിൽ ഈ സമയം തൊട്ട് നിങ്ങൾക്ക് എന്ത് ആക്ഷനാണ് അതിന് വേണ്ടി എടുക്കാൻ പറ്റുക. ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ച് വർഷങ്ങളായിട്ട് ചിന്തിക്കുന്നവരുണ്ടാകും, പക്ഷേ അതിനുവേണ്ടി ഒരു ആക്ഷനും എടുത്തിട്ടുണ്ടാകുകയില്ല അവർ. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് തന്നെ അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തി, ഒരു മണിക്കൂർ കണ്ടെത്തി അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ എവിടെ നിന്നാണ്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതിനുവേണ്ടി കൂടുതലായിട്ട് ആളുകളോട് സംസാരിച്ചോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്നവരോട് സംസാരിച്ച് അതിനെപ്പറ്റി കൂടുതലായിട്ടൊരു ക്ലാരിഫിക്കേഷൻ, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ്, എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടത്, അതിന് വേണ്ട കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയാവുന്ന വ്യക്തികളോട് ചോദിക്കുക. ഇങ്ങനെ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഒക്കെ മാറ്റിവെച്ച് അതിനുവേണ്ടി നിങ്ങളൊരു ആക്ഷൻ എടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ ആക്ഷൻ എടുത്തുകൊണ്ടേ നമുക്ക് വലിയൊരു എന്താ പറയുക, വലിയൊരു വിജയം നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് പെട്ടെന്ന് അങ്ങോട്ട് നമുക്കൊരാഗ്രഹമുണ്ട്, അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് 2 ദിവസം കൊണ്ട് അത് നേടിയെടുക്കാനൊന്നും സാധിക്കുകയില്ല. ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമുക്ക് വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, കുഞ്ഞു പിള്ളേരൊക്കെ നടക്കാനായിട്ട് ശ്രമിക്കുന്നത്, നടക്കാൻ പഠിക്കുമ്പോൾ എങ്ങനെയാണ് അവർ 1-2 സ്റ്റെപ്പ് വെക്കും, വീഴും. ശരിയല്ലേ ഞാൻ പറഞ്ഞു? അല്ലാതെ
ജനിക്കുന്ന പിള്ളേർ അന്നേരം തന്നെ അങ്ങ് ഓടി നടക്കുവാണോ? അല്ലല്ലോ. അവർ പയ്യെ പയ്യെ മുട്ടിലഴിഞ്ഞ് പിന്നെ ഇരുന്ന് നിന്ന് പിന്നെ പയ്യെ 2 സ്റ്റെപ്പ് പിടിച്ച് നടന്ന് പിന്നെ അങ്ങനെ സ്റ്റെപ്പുകളുടെ എണ്ണം കൂടി പിന്നെ അവർ നടക്കാനായിട്ട് തുടങ്ങുമല്ലേ. അങ്ങനെ ഒരു പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ അത് സമയമെടുത്താണ് അവരെ നടക്കുക എന്നുള്ള പ്രോസസ്സിലേക്ക് എത്തിയത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളും. നമ്മൾ എന്തെങ്കിലും ഒരു വിജയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെതായ സമയമുണ്ട്. നമ്മൾ അതിനുവേണ്ടി ഒരു ആക്ഷനും എടുക്കാതെ അതിനുവേണ്ടി ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഇരിക്കുന്നതാണ് നമ്മളുടെ തെറ്റ്. നമുക്ക് സമയമുണ്ട്, ആരോഗ്യമുണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് അതിനെ നല്ല മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ ഈ സമയത്തെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ആഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങളെ മറികടക്കാനായിട്ട് ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കുക. എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യുക. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുക, പറയുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.